നമസ്കാരം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അന്യജീവനുതകി സ്വജീവിതം എന്ന യൂണിറ്റിലെ ഭൂമിയുടെ സ്വപ്നം എന്ന ഒരു പാഠഭാഗമാണ് എടുത്തത്. ജോർജ് ഓണക്കൂറിൻ്റെ ഒരു നോവൽ ഭാഗമാണ് ഇത്. പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന ഒരു നോവലിലെ ഒരു ചെറിയൊരു ഭാഗമാണിത്. നമ്മൾ ആ പാഠം എടുത്തതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മകൻ ഉണ്ണി എങ്ങനെയാണ് ഒരമ്മയുടെ സ്വപ്നമായി തീർന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പറഞ്ഞത്. ഭൂമിയുടെ സ്വപ്നം എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ഈ ഭൂമിയുടെ സ്വപ്നമായിട്ട് ഈ മകൻ വളർന്നു വന്നത് എങ്ങനെയാണ്, ഈ അമ്മ എങ്ങനെയാണ് മകനെ വളർത്തിയത് എന്നുള്ള ആ ഒരു ആശയമാണ് ജോർജ് ഓണക്കൂർ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഒരു യാത്രാ വിവരണം എഴുതുന്ന ഒരു ആൾ കൂടിയാണ് അദ്ദേഹം. അതിമനോഹരമായിട്ടുള്ള ഈ കഥയുടെ അവസാനം മകൻ വളരെ ഉയരത്തിൽ നിൽക്കുകയാണ്. ആ ഉയർച്ചയുടെ പിന്നിൽ അവൻ്റെ സ്വന്തം അമ്മയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ പാഠം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. കുരുവിക്ക് കൂടുകൂട്ടാൻ വൻമരത്തിലെ ചെറുശാഖ മതി, ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മതി. ഈ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം എന്ത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുരുവിക്ക് കൂടുകൂട്ടാൻ വൻമരത്തിലെ ചെറുശാഖ മതി, ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും മതി എന്നാണ്. അപ്പോൾ ഇത് ഈ ഹർഷവർദ്ധൻ എന്ന ആ ഒരു കുട്ടിയുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ വളരെയധികം വലിയൊരു തറവാട്ടിൽ പറഞ്ഞ ഒരാളുകളായിരുന്നു എന്നാണ് പറഞ്ഞത്. ഹർഷവർദ്ധനും അമ്മയും. അച്ഛൻ്റെ മരണശേഷമാണ് അവരെ ആ കുട്ടി വളരെയധികം, അല്ലെങ്കിൽ ആ കുടുംബം വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ വേണ്ടി കാരണം അച്ഛൻ്റെ മരണശേഷമാണ്. അങ്ങനെ അച്ഛൻ്റെ മരണശേഷം അമ്മയാണ് ഇവരെ പോറ്റി വളർത്തിയത്. അപ്പോൾ കാലം കുറേ കഴിഞ്ഞതിനോടെ ഇവരുടെ കുടുംബത്തിലെ സ്വത്തുക്കൾ ഓരോന്നായിട്ട് അങ്ങനെ പോവുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അമ്മയ്ക്കോ മകനോ അതിൽ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു കുരുവിക്ക് അതിൻ്റെ കൂട് കൂട്ടാൻ ഒരു ചെറിയ ചുള്ളിക്കമ്പുകൾ മതി എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരുപാട് സ്വത്തിൻ്റെയോ പണത്തിൻ്റെയോ ആവശ്യമില്ല എന്നാണ് ഈ വാക്കുകളിലൂടെ പറയുന്നത്. കാരണം ഒരമ്മയ്ക്കും മകനും മാത്രമേ ജീവിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആർഭാടമായിട്ട് ജീവിക്കണമെന്നില്ല, വളരെ ലളിതമായിട്ട് ജീവിക്കാൻ അവർക്ക് ഉള്ളത് മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിലുള്ള ആ ഒരു വിഷമമൊന്നും അവർക്ക് ഇല്ല എന്നർത്ഥം. അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടിയുള്ള ആ ഒരു അത്യാഗ്രഹം അവർക്കുണ്ടായിരുന്നില്ല. കുറച്ച് മതി എന്നുള്ള ആ ഒരു ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങളതിൻ്റെ ആൻസർ എഴുതുക. ആ സ്നേഹത്തിന് തിരികെ കൊടുത്തത് പഠനത്തിലെ മികവും വിനയാന്വിതമായ പെരുമാറ്റവുമാണ്. കഥാനായകൻ്റെ ഈ വിലയിരുത്തൽ എന്തൊക്കെ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്? അപ്പോൾ എന്തായിരുന്നു സംഭവം എന്ന് പറയാം. ആ സ്നേഹത്തിന് തിരികെ കൊടുത്തത്, അപ്പോൾ അച്ഛൻ മരിച്ചു. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇങ്ങനെയാണ് ജോർജ് ഓണക്കൂറിൻ്റെ ഒലിവ് പ്രണയ താഴ്വരയിലെ ദേവദാരു എന്ന ആ ഒരു നോവൽ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്ന ഭാഗമാണിത്. അതിൽ ഉണ്ണി എന്ന, അല്ലെങ്കിൽ അമ്മ ഉണ്ണി എന്ന് വിളിക്കുന്ന ആ ഹർഷവർദ്ധനൻ്റെ ആ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ മരിച്ചു. ആകസ്മികമായിട്ടായിരുന്നു അച്ഛൻ മരിച്ചത്. അതിനുശേഷം അമ്മ, അല്ലെങ്കിൽ അടുക്കളയുടെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അമ്മ അവന് വേണ്ടി ജീവിച്ചു, അവന് വേണ്ടി കഷ്ടപ്പെട്ടു, അവനെ പഠിപ്പിച്ച് വലിയ ആളാക്കി. അപ്പോൾ അമ്മയുടെ ആ ഒരു കഷ്ടപ്പാട് ശരിക്കും അറിയുന്ന ആളായിരുന്നു ഉണ്ണി എന്നാണ് പറഞ്ഞത്. അമ്മ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ പഠിക്കുന്ന സമയത്ത് അവന് കാവലാളായി നിന്നു. അവൻ്റെ ആ ഉയർച്ചയ്ക്ക് വേണ്ടി അമ്മ എന്ത് ത്യാഗവും ചെയ്യാൻ സന്നദ്ധയായി. അമ്മയുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ അമ്മയുടെ ആ ഒരു കഷ്ടപ്പാടും ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം കണ്ടറിയുകയും ഒക്കെ ചെയ്ത ആ മകൻ അമ്മയ്ക്ക് പ്രതിഫലം കൊടുത്തത് പഠനത്തിലെ മികവും വിനയാന്വിതവുമായ പെരുമാറ്റവുമായിരുന്നു. കാരണം ഉണ്ണിക്കറിയാമായിരുന്നു അവൻ്റെ ജീവിതം ഇത്രമാത്രം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞതാണ്. അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ്റെ അമ്മയാണ് അവൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കിയത്. മറ്റൊരാൾ പോലും അവനെ തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത്
അമ്മയുടെ ആ ഒരു ത്യാഗപൂർണമായ ജീവിതമാണ് തന്നെ ഈ വഴിക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു അറിവ് അവന് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോടുള്ള ആ ഒരു കടപ്പാട് നിമിത്തം അവൻ നന്നായിട്ട് പഠിച്ചു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നന്നായി പെരുമാറി അമ്മയെ സ്നേഹിക്കുകയും അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്തു. അപ്പോൾ ആ ജീവിതത്തിലെ കഥാനായകൻ്റെ ഈ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കുടുംബത്തിനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും മാതാപിതാക്കളുടെ കഷ്ടപ്പാടിനെക്കുറിച്ചും മക്കൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ബോധവാനായിരിക്കണം ഒരു കുട്ടി എന്നുള്ളതാണ്. അല്ലാതെ ഇന്നത്തെ പല കുട്ടികളും ചെയ്യുന്നത് പോലെ തന്നെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒന്നും അറിയാതെ അല്ല അവൻ വളരേണ്ടത്. മാതാപിതാക്കളുടെ സ്നേഹവും അവർ തരുന്ന ആ ഒരു എല്ലാ കാര്യങ്ങൾക്കും, അവർ ചെയ്തു തരുന്ന എല്ലാ സഹായങ്ങൾക്കും ഉള്ള ആളായിരിക്കണം മക്കൾ. എങ്കിൽ മാത്രമേ മാതാപിതാക്കൾ കാണിച്ചു തരുന്ന ആ മാർഗത്തിലൂടെ നടന്നാൽ മാത്രമേ അവൻ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ള ആ ഒരു പാഠമാണ് ഇത് നൽകുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയെയും അമ്മയെയും ബന്ധപ്പെടുത്തി നോവലിസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാം? അപ്പോൾ ഭൂമിയുടെ സ്വപ്നം എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്, ഭൂമിയുടെ സ്വപ്നം. അപ്പോൾ ഭൂമി അമ്മയാണ് എന്ന് പറയുന്നത്. ഭൂമി അമ്മ തന്നെയാണ്, സർവം സഹയാണ് ഭൂമി. അപ്പോൾ മാതൃഭൂമി, ആ ഭൂമിയും അമ്മയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരെക്കുറിച്ചും വളരെ വിശാലമായി ചിന്തിക്കാനാണ് ഉണ്ണിയുടെ അമ്മ അവനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ വിശാലമായിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. അവന് ജാതിയില്ല, മതമില്ല. ആ കാവിലെ അമ്മയെയും കുരിശ് ഇതിലെ മാതാവിനെയും എല്ലാം അവൻ ഒരുപോലെയാണ് കാണുന്നത്. പെറ്റ അമ്മയെയും അവൻ ഒരുപോലെയാണ് കാണുന്നത്. കാണപ്പെട്ട ദൈവമാണ്, കാണപ്പെട്ട മാതാവാണ് അവൻ്റെ പെറ്റമ്മ. അപ്പോൾ ഇവരെ 3 പേരെയും അവൻ ഒരുപോലെയാണ് കാണുന്നത്. ദൈവത്തിനെ സ്നേഹിക്കുന്ന പോലെയാണ് അവൻ അവൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഭൂമിയെപ്പോലെ സർവം സഹയാണ് ഈ ഉണ്ണിയുടെ അമ്മ. അവന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഉണ്ണിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയെയും അമ്മയെയും ബന്ധപ്പെടുത്തി പറയുന്നത്. തൻ്റെ മകൻ തൻ്റെ മാത്രമല്ല എന്നായിരുന്നു ആ അമ്മയുടെ തിരിച്ചറിവ്. കാരണം എല്ലാവരും പറഞ്ഞു, ഇനി ഇവനെ പഠിപ്പിച്ച് വലുതാക്കി കഴിഞ്ഞാൽ ഇവൻ നിന്നെ നോക്കാതെ ഇവൻ വേറെ ഉയരങ്ങളിലേക്ക് പോകും, അപ്പോൾ നിന്നെ മറന്നു പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് ആ ലോകത്തിനെക്കുറിച്ച് അറിവുള്ള ആ അമ്മ പറഞ്ഞത്, എൻ്റെ മകൻ എൻ്റെ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ തന്നെയാണ്. അവൻ എനിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ മാതൃഭൂമിക്ക് വേണ്ടിയും പോരാടണം, ഈ ലോകത്തിന് വേണ്ടി പോരാടണം എന്നെല്ലാമുള്ള ആ ചിന്താഗതിയായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭൂമിയെപ്പോലെ വിശാലമാണ് ആ അമ്മയുടെ മനസ്സ്, സർവം സഹയാണ്. ആ ഭൂമി ആകാശത്തെ സ്വപ്നം കാണുന്നത് പോലെ തന്നെയാണ് ഈ അമ്മ മകൻ്റെ ഉയർച്ചയെ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഭൂമി ആകാശത്തെ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ പോലെ ആകാശത്തിൻ്റെ ആ പടവുകളിൽ കയറുന്ന ആ മകനെയാണ് ഈ അമ്മ ഓർക്കുന്നത്. അമ്മ എപ്പോഴും താഴേക്കിടയിൽ തന്നെ, ഭൂമിയെപ്പോലെ താഴെ, പക്ഷേ ആ മകൻ ഉയരങ്ങളിൽ പറക്കണമെന്നാണ് ആ അമ്മയുടെ ആഗ്രഹം. സ്വന്തം വേരുകളെക്കുറിച്ചുള്ള നേരായ അറിവുകളാണ് കഥാനായകൻ്റെ ശക്തി. പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തി എഴുതുക. അപ്പോൾ ഈ ഉണ്ണി എന്നുള്ള മകൻ, അവൻ വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ, അന്ന് ആ എയറോനോട്ടിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞ് അവൻ്റെ സ്വപ്നമായിരുന്നു അന്ന് ഒരു പൈലറ്റ് ആവുക എന്നുള്ളത്. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വിമാനം ഒന്ന് പറക്കുന്നത് കാണുമ്പോൾ തന്നെ കുട്ടികൾ വളരെ കൗതുകത്തോടെ ഓടി വന്ന് നോക്കുകയും പിന്നെ ആ ഒരു സ്വപ്നം തന്നെയായിരുന്നു അത്. അപ്പോൾ അവൻ ആ സ്വപ്ന സാക്ഷാത്കാരം നേടി. അവന് അറിയാമായിരുന്നു അവൻ്റെ അമ്മ അവനെ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് അറിയാമായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ ത്യാഗം അവനറിയാമായിരുന്നു. ആ ഒരു തിരിച്ചറിവുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെയാണ് അവൻ ആ ഓരോ പടവിലും തൻ്റെ അമ്മയെക്കുറിച്ച് അവൻ ഓർത്തത്. താൻ എങ്ങനെ വളർന്നു, തൻ്റെ വേരുകൾ എവിടെയാണ്, തനിക്ക് വേണ്ടി അമ്മ എത്ര കഷ്ടപ്പെടുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവന് നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ ഹോസ്റ്റലുകളിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ ആർഭാടം കാണിക്കുന്ന സമയത്ത് അവനെപ്പോഴും അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. അമ്മയുടെ സ്വപ്നങ്ങൾ പൂവണിയണം എന്ന് അവന് വിചാരിച്ചു. അതിനുവേണ്ടി അവൻ പ്രയത്നിച്ചു. അപ്പോൾ സ്വന്തം വേരുകളെക്കുറിച്ചുള്ള ആ ഒരു അറിവാണ് അവനെ ഇത്രയും ഉയരത്തിലേക്ക്
എത്തിച്ചത്. പാഠഭാഗത്ത് തെളിയുന്ന കേരളീയ ഗ്രാമചിത്രം സ്വന്തം വാക്യങ്ങളിൽ ആവിഷ്കരിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്ത് ഒരു കേരളീയ ഗ്രാമചിത്രമാണ് കാണുന്നത്. ഒരു ഇല്ലം, ആ ഇല്ലത്ത് ആരുമറിയാതെ ജീവിക്കുന്ന ഒരു പതിവ്രതയായ ഒരു സ്ത്രീ. അപ്പോൾ ഒരു ദിവസം അവരുടെ ഭർത്താവ് മരിക്കുന്നു, ഒരു ദിവസം ആകസ്മികമായിട്ട് മരിക്കുന്നു. പിന്നെ ഒരിക്കലും അടുക്കളയുടെ അകത്തളിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആ സ്ത്രീ സ്വന്തം മകന് വേണ്ടി അവർ ജീവിക്കുന്നു. അങ്ങനെ അവർ പണ്ട് പഠിച്ചു വെച്ച ആ ഒരു നൃത്തവും പാട്ടും മറ്റു കുട്ടികളെ പഠിപ്പിച്ച് അവർ പണമുണ്ടാക്കുന്നു. അങ്ങനെ ആ ഒരു കേരളീയമായിട്ടുള്ള ഒരു ഗ്രാമചിത്രമാണ് ഇവിടെ കാണുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒരു കേരളത്തിൻ്റെ ഒരു ഗ്രാമചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. പാടവും പാടശേഖരങ്ങളും വയലുകളും അങ്ങനെ കുരുവിയും കിളികളും അങ്ങനെയുള്ള എല്ലാ ഒരു കേരളത്തിൻ്റെ ഒരു ഗ്രാമചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണോ ഉണ്ണി വളർന്നു വന്നത് ആ കേരളത്തിൻ്റെ ഒരു മനോഹരമായ ചിത്രം അറിയാതെ തന്നെ ഈ പാഠഭാഗത്ത് തെളിയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾ സ്വന്തം വാക്കുകളിൽ എഴുതണം. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം. നിങ്ങൾ സ്വന്തം എഴുതി പഠിക്കണം. അപ്പോൾ ഇത് ഞാൻ എഴുതി തരില്ല, നിങ്ങൾ സ്വന്തം എഴുതണം. എന്നിട്ട് നിങ്ങൾ എഴുതി എനിക്ക് അയച്ചു തരണം. ഓക്കെ.